അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാലിപ്പൂവൻ ചേർത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കലത്തപ്പം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കലത്തപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യമായിട്ടൊരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിന് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് പച്ചരി കുതിർത്ത് ആട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്. നേരിട്ട് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് ഇത് ചേർക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് മാവും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിന് താഴെ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 4-5 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ 200 ഗ്രാം ശർക്കര 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ്. അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയും കൂടി ആദ്യം ഒഴിച്ചു കൊടുക്കാം. എടുത്തതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ശർക്കരയെല്ലാം കൂടി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. ബാക്കി വെള്ളവും കൂടി ഞാൻ ദാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ ദാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്പൂണിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയാണേ. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള പരുവമാണ്. ഇനി നമുക്ക് ഒരു ഇഡലി ചെമ്പ് അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് ഒരു 4-5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടിത്തട്ടിൽ ഇഡലി തട്ട് ഒന്ന് കമഴ്ത്തി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 4 ഞാലിപ്പൂവൻ പഴഞ്ഞത എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം, ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാലിപ്പൂവൻ പഴം ഇതിലേക്ക് അവിടെ എവിടെയായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇടവിട്ട് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മൊത്തം നമുക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നമ്മൾ ആട്ടി വെച്ചിരിക്കുന്ന മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു തട്ടിലേക്കുള്ള മാവ് മാത്രമേ ഉള്ളൂ. അത് മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മാവ് മൊത്തം എന്താ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇതിനിടയ്ക്ക് 1 മിനിറ്റ് കഴിയുമ്പോൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ മൂടി ഒന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ഞാലിപ്പൂവൻ പഴവും കൂടി ഇതിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ മാവ് ഒന്ന് കട്ടിയായാൽ പിന്നെ ഇത് ഒട്ടിയിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കുക. കയ്യിൽ ആവി അടിക്കാത്ത വിധത്തിൽ തീ അപ്പോൾ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാൻ. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുത്ത കലത്തപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ആദ്യം ഇതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതാ കുത്തി നോക്കിയപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതാ ഓഫാക്കിയതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ തുറക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞാലിപ്പൂവൻ ചേർത്ത് വേവിച്ചെടുത്ത് നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. അതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഒന്ന് പാത്രത്തിൽ നിന്ന് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കലത്തപ്പമാണ് കേട്ടോ. ഇത് നമ്മുടെ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ഇത് കൂടാത്തൊരു പലഹാരമില്ല. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഈ കലത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാത്രത്തിലുള്ള
കലത്തപ്പം ഇവിടെ നന്നായിട്ട് ചൂടൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കലത്തപ്പം നന്നായിട്ട് ആറിക്കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ നിന്നൊക്കെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചോ കത്തി വെച്ചോ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കാം. എന്നിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. നന്നായിട്ട് ഇത് ഇളകി വന്നുകൊള്ളും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞാലിപ്പൂവൻ ചേർത്ത് വേവിച്ചെടുത്ത നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈ പഴവും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതാ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഞാലിപ്പൂവൻ പഴവും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് അതും കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാലിപ്പൂവൻ പഴം വെന്ത് കഴിയുമ്പോഴുള്ള മണമുണ്ടല്ലോ, അത് നന്നായിട്ട് എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കലത്തപ്പമാണ്. ഇത് നമുക്ക് 4 മണി പലഹാരമായിട്ടും ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ വൈകുന്നേരങ്ങളിൽ ചൂട് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു 4 മണി പലഹാരവും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്